എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ആനുവൽ എക്സാം 9ാം ക്ലാസ്സിൻ്റെ മാത്തമാറ്റിക്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ മക്കൾ ആദ്യമായാണ് ചാനലിൽ കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ദ മീൻ ഓഫ് ഫസ്റ്റ് 8 ഈവൻ നാച്ചുറൽ നമ്പേഴ്സ്. ഈവൻ നാച്ചുറൽ നമ്പേഴ്സ്, ഫസ്റ്റ് 8 ഈവൻ നാച്ചുറൽ നമ്പേഴ്സിൻ്റെ മീൻ എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഈവൻ നാച്ചുറൽ നമ്പേഴ്സ്, ഈവൻ നമ്പേഴ്സ് ഏതാണ്? 2, 4, 6 ഇരട്ട സംഖ്യകളാണ് അല്ലേ? എത്ര എണ്ണമാണ് വേണ്ടത്? ഫസ്റ്റത്തെ 8 എണ്ണമാണ് വേണ്ടത്. അതിൻ്റെ മീൻ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എന്ത് ചെയ്യണം? ഫസ്റ്റ് 8 ഈവൻ നാച്ചുറൽ നമ്പേഴ്സിൻ്റെ സം ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഈവൻ നമ്പേഴ്സ്, അതാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പം മീൻ കണ്ടുപിടിക്കാൻ മൊത്തം 8 ഫസ്റ്റ് 8 ഈവൻ നാച്ചുറൽ നമ്പേഴ്സ് എത്രയൊക്കെയാണ്? 2, 4, 6, 8, 10, 12, 14 മുതൽ 16 വരെയാണുള്ളത്. അതിനെ ടോട്ടൽ നമ്പറും കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ടോട്ടൽ നമ്പർ എത്രയാണ്? 8 ആണ്. അപ്പോൾ അതിൻ്റെ സം എന്ന് പറയുന്നത് എത്രയാണ്? 72/8. അപ്പോൾ നമുക്ക് എത്രയാണ് കിട്ടണത്? 72നെ 8 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര ഇടണം? 9. അപ്പോൾ അതിൻ്റെ മീൻ എന്ന് പറഞ്ഞത് എത്രയാണ്? 9 ആണ്. രണ്ടാമത്തത്, ബേസ് ഏരിയ ഓഫ് എ പ്രിസം ഈസ് 50 സ്ക്വയർ സെൻറ്റിമീറ്റർ ആൻഡ് ഇറ്റ്സ് ഹൈറ്റ് 50 സെൻറ്റിമീറ്റർ. വാട്ട് ഈസ് വോളിയം? ഏതാ ചോദിച്ചേക്കണേ? ഒരു പ്രിസത്തിൻ്റെ ബേസ് ഏരിയ ഓഫ് പ്രിസം എന്ന് പറയുന്നത് 50 സ്ക്വയർ സെൻറ്റിമീറ്റർ ആണ്. അതിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് 15 സെൻറ്റിമീറ്റർ ആണ്. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ വോളിയം എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ വോളിയം ഓഫ് ദി പ്രിസം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ്? ബേസ് ഏരിയ ഇൻറ്റു ഹൈറ്റ് ആണ്. വോളിയം ഓഫ് ദി പ്രിസം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ബേസ് ഏരിയ ഇൻറ്റു ഹൈറ്റ് ആണ്. ബേസ് ഏരിയ 50 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്, ഹൈറ്റ് എത്രയാണ്? 15 ആണെന്ന് ഇത് രണ്ടും ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് രണ്ടും ഇൻറ്റു ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 750 ക്യൂബിക് സെൻറ്റിമീറ്ററിന് കിട്ടും. ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ പോയിന്റ്സ് ഡിനോട്ടിംഗ് ദ നമ്പേഴ്സ് 3 ആൻഡ് -5 ഓൺ ദ നമ്പർ ലൈൻ. ഫൈൻഡ് ദ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ബിറ്റ്വീൻ ദ പോയിന്റ്സ് ഡിനോട്ടിംഗ് ദ നമ്പേഴ്സ് 3 ആൻഡ് -5 ഓൺ ദ നമ്പർ ലൈനിൽ 3ക്കും -5നും ഇടയിൽ വരുന്നത് അല്ലേ? ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞത്. അപ്പോൾ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ മോഡുലസ് ഓഫ് എന്താണ്? 3 - -5 എന്ന് ചെയ്യണം അല്ലേ? മോഡുലസ് ഓഫ് 3 - -5 എന്ന് ചെയ്യണം. അപ്പോൾ മൈനസും എന്തായി മക്കളെ? പ്ലസ് ആയി. അപ്പോൾ 3 + 5 എന്നായി. അത് മോഡുലസ് ഓഫ് 8. മോഡുലസ് ഓഫ് 8 എന്ന് പറഞ്ഞാൽ 8 യൂണിറ്റ് ആണ്. അപ്പോൾ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 8 യൂണിറ്റ് ആണ്. ഇനി ബി ക്വസ്റ്റ്യൻ, വാട്ട് ഇസ് ദ നമ്പർ ഓഫ് ഇൻഡിക്കേറ്റിംഗ് ദെയർ മിഡ് പോയിന്റ്? മിഡ് പോയിന്റ് ഏത് നമ്പറിൽ ഏതാണ് മിഡ് പോയിന്റ് കണ്ടുപിടിക്കാൻ? അപ്പോൾ എന്ത് ചെയ്താൽ മതി? 3 + എന്താണ്? -5. ഇത് രണ്ടും നമുക്ക് തന്നിട്ടുണ്ട്. ഒരു പോയിന്റ് 3, ഒരു പോയിന്റ് -5 ആണ്. അപ്പോൾ 3 + -5 ഡിവൈഡഡ് ബൈ എന്താണ്? 2. മിഡ് പോയിന്റ് കണ്ടുപിടിക്കാൻ 2. അപ്പോൾ 3 - 5 പ്ലസും മൈനസും വരുമ്പോൾ എന്തായി? പ്ലസും മൈനസും എന്തായിട്ട് മാറി? പ്ലസും മൈനസും മൈനസ് മാറി. അപ്പോൾ 3 - 5 ഡിവൈഡഡ് ബൈ 2. അപ്പോൾ എത്രയാണ് കിട്ടുന്നത്? -2 ഡിവൈഡഡ് ബൈ 2, അതായത് -1. ഇപ്പോൾ മിഡ് പോയിന്റ് -1 ആണ്. മിഡ് പോയിന്റ് ഏതാണ്? -1 ആണ്. ഇനി നാലാമത്തെ ക്വസ്റ്റ്യൻ, ഇഫ് P of x is equal to 25x - x². P of x തന്നിട്ടുണ്ട്, പോളിനോമിയൽസിൻ്റെ ചാപ്റ്റർ ആണ്. ഫൈൻഡ് P of 10 ആൻഡ് P of -2. P of 10ഉം -2ഉം കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എന്താണ്? എക്സിൻ്റെ സ്ഥാനത്ത് 10ഉം -2ഉം കൊടുത്തിട്ട് നമ്മൾ ചെയ്താൽ മതി. എങ്ങനെയാണ്? P of x എന്ന് പറയുന്നത് 25x - x² ആണ്. അപ്പോൾ P of 10 എന്താണ്? 25 ഇൻറ്റു എക്സിൻ്റെ സ്ഥാനത്ത് എത്ര കൊടുക്കണം? 10. ഇവിടെ P of 10 അല്ലേ എടുത്താണ്. അപ്പോൾ 10 -10² എക്സിൻ്റെ സ്ഥാനത്ത് വീണ്ടും 10². അപ്പോൾ 25 ഇൻറ്റു 10 എത്രയാണ്? 250. പിന്നെ 10ൻ്റെ സ്ക്വയർ 100. അപ്പോൾ 250 - 100 എന്ന് പറയുന്നത് എത്ര കിട്ടി? 150. ഇതുപോലെ തന്നെ വേറെ എന്തും കാണണം? P of -2, എക്സിൻ്റെ സ്ഥാനത്ത് -2 ഇട്ട് കൊടുക്കുക. എക്സിൻ്റെ സ്ഥാനത്ത് -2 ഇട്ട് കൊടുത്ത് ചെയ്താൽ മതി. അപ്പോൾ എങ്ങനെ വരും? P of -2 is equal to എത്രയാണ്? 25 ഇൻറ്റു 10ൻ്റെ എക്സിൻ്റെ സ്ഥാനത്ത് എന്ത് വന്നു? -2 അല്ലേ? മൈനസ് എത്രയാണ്? എക്സിൻ്റെ സ്ഥാനത്ത് വീണ്ടും -2 ഹോൾ സ്ക്വയർ അല്ലേ? അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? -50 മൈനസും മൈനസ് എത്രയാണ്? 2². 2 - 2² സ്ക്വയർ വരുമ്പോൾ അത് പ്ലസ് ആയി മാറി അല്ലേ? അപ്പം എത്ര? 4. 50 - 4 -50 - 4 എന്ന് പറഞ്ഞാൽ എത്രയാണ്? -54 എന്ന് കിട്ടി.
അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ഡ്രോ ദ ഗ്രാഫ് ഓഫ് ദ പോളിനോമിയൽ പി ഓഫ് എക്സ് ഇസ് ഇക്വൽ ടു 2x - 1 ഓൾസോ റൈറ്റ് ഇറ്റ്സ് ഡിഗ്രി. 2x പി ഓഫ് എക്സ് തന്നിട്ടുണ്ട് 2x - 1 അതിൻ്റെ ഗ്രാഫ് ഓഫ് ദി പോളിനോമിയൽ ഈ ഗ്രാഫ് ഓഫ് ദി പോളിനോമിയൽ വരയ്ക്കാനാണ് പറഞ്ഞത്. ഓർ ഓൾസോ റൈറ്റ് ദ ഇറ്റ്സ് ഡിഗ്രി. അപ്പോൾ വരയ്ക്കുന്നത് എങ്ങനെയാണ്? പി ഓഫ് എക്സ് ഇസ് ഇക്വൽ ടു 2x - 1 ആണ്. അപ്പോൾ എക്സ് എന്ന് പറഞ്ഞത് 0ഉം 1ഉം 2ഉം. പി ഓഫ് എക്സ് എന്തായിരിക്കും? -1 1 3ഉം ഇല്ലേ? ഇനി അങ്ങനെയാണെങ്കിൽ ഇങ്ങനെയാണ് എന്ത് എടുക്കേണ്ടത്? അതിൻ്റെ ഗ്രാഫ് വരയ്ക്കേണ്ടത്. ഇനി ബി ക്വസ്റ്റ്യൻ, ആറാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. മീൻ ഓഫ് 10 നമ്പേഴ്സ് ഈസ് 27. മീൻ ഓഫ് 10 നമ്പേഴ്സ് ഈസ് 27. 10 നമ്പറുകളുടെ മീൻ എന്ന് പറയുന്നത് 27 ആണ്. വാട്ട് ഈസ് ദ സം ഓഫ് നമ്പേഴ്സ്? അങ്ങനെയാണെങ്കിൽ ആ നമ്പേഴ്സിന്റെ സം എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ സം കാണാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്താൽ മതി? സം എന്ന് പറയുന്നത് 27 ആണ്, ഇൻറ്റു 10 ആണ്. അപ്പോൾ 27 × 10 ചെയ്യുമ്പോൾ എത്രയാണ്? 270 എന്നാണ് കിട്ടുന്നത് അല്ലേ? ഇനി രണ്ടാമത്തെ, ഈ 5 ഈസ് ആഡഡ് ടു ഈച്ച് നമ്പർ. അപ്പോൾ ഓരോ നമ്പറിൻ്റെ കൂടെയും 5 ആഡ് ചെയ്യുന്നു. വാട്ട് വിൽ ബി ദ സം? അങ്ങനെയാണെങ്കിൽ അതിൻ്റെ സം എത്രയായിരിക്കും? അപ്പോൾ എങ്ങനെയാണ് സം? 270 പ്ലസ് എന്താണ്? ഇത്രയും 10 നമ്പറുകളുടെ കൂടെ 5 വെച്ചിട്ട് 10 × 5 50 അല്ലേ? അപ്പോൾ 270 പ്ലസ് 50 320. ഇനി സി എന്താണ് ചോദിച്ചിരിക്കുന്നത്? ഇത്രയും വാട്ട് ഈസ് ദ മീൻ ഓഫ് ദി നമ്പേഴ്സ് ഒബ്റ്റെയിൻഡ് ബൈ ആഡിങ് 5 ടു ഓൾ ദ നമ്പേഴ്സ്. അങ്ങനെയാണെങ്കിൽ ഈ 5 ആഡ് ചെയ്തതിന് ശേഷമുള്ള അതിൻ്റെ മീൻ എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ മീൻ നമുക്ക് 5 ആഡ് ചെയ്ത് കഴിഞ്ഞപ്പോഴുള്ളത് 320 ആണ്. അപ്പോൾ മീൻ എന്ന് പറയുന്നത് 320 ഡിവൈഡഡ് ബൈ 10 ഇസ് ഈക്വൽ ടു എത്രയാണ്? 32. 0ഉം 0ഉം വെട്ടിപ്പോയാൽ മതി, ബാക്കി 32. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സെവൻത് ക്വസ്റ്റ്യൻ. ദ ബേസ് ഓഫ് പ്രിസം ഇസ് ആൻ ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ഓഫ് പെരിമീറ്റർ 30 cm ആൻഡ് ഇറ്റ്സ് ഹൈറ്റ് 5 cm. ഫൈൻഡ് ദ ലാറ്ററൽ സർഫസ് ഏരിയ ആൻഡ് ടോട്ടൽ സർഫസ് ഏരിയ ഓഫ് ദി പ്രിസം. പ്രിസത്തിന്റെ ലാറ്ററൽ സർഫസ് ഏരിയയും ടോട്ടൽ സർഫസ് ഏരിയയും കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. എന്താണ്? ദ ബേസ് ഓഫ് പ്രിസം ഇസ് ആൻ ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ഓഫ് പെരിമീറ്റർ 30 cm ആൻഡ് ഇറ്റ്സ് ഹൈറ്റ് 5 cm എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ലാറ്ററൽ സർഫസ് ഏരിയ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ്? ബേസ് പെരിമീറ്റർ ഇൻറ്റു എന്താണ്? ഹൈറ്റ്. ബേസ് പെരിമീറ്റർ തന്നിട്ടുണ്ട് എത്രയാണ്? 30. ഹൈറ്റ് എത്രയാണ്? 5. അപ്പോൾ 30 × 5 ചെയ്യുമ്പോൾ 150 സ്ക്വയർ സെൻറ്റിമീറ്റർ എന്ന് കിട്ടും. അപ്പോൾ ലാറ്ററൽ സർഫസ് ഏരിയ എന്ന് പറയുന്നത് എത്രയാണ്? 150 സ്ക്വയർ സെൻറ്റിമീറ്റർ ആണ്. ബേസ് പെരിമീറ്റർ ഇൻറ്റു ഹൈറ്റ് ചെയ്താൽ മതി. ഇനി അടുത്ത എന്താ പറഞ്ഞത്? ബേസ് ഏരിയ എന്ന് പറയുന്നത് ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ എന്ന് പറഞ്ഞു. അപ്പോൾ √3a²/4 എന്നാണ് വരുന്നത് അല്ലേ? അപ്പോൾ √3 ഇൻറ്റു a² എന്ന് പറയുന്നത് എത്രയായിരിക്കും? 100 ആണ്. അതെങ്ങനെയാണ് a² 100 ആയത്? നമ്മളോട് ഇവിടെ പറഞ്ഞിട്ടുണ്ട് ഇക്വിലാറ്ററൽ ട്രയാങ്കിളിന്റെ പെരിമീറ്റർ 30 cm ആണ്. അതായത് എല്ലാ സൈഡും എത്രയായിരിക്കും? 10 cm വെച്ചിട്ടായിരിക്കും അല്ലേ? അപ്പോൾ a² എന്ന് പറയുന്നത് എത്രയായിരിക്കും? 10² എന്ന് പറയുന്നത് 100 ആയിരിക്കും. 100/4. ഇനി അപ്പോൾ എത്ര കിട്ടുന്ന? √3 × 100 എന്ന് പറഞ്ഞാൽ 20/4 എന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെ എഴുതാം? 25 √3 എന്ന് എഴുതാം. 4നെ അല്ലേ? 25 × 4 ആണ് എന്തെന്ന് പറയുന്നത്? 100 എന്ന് പറയുന്നത്. അപ്പോൾ 4 100നെ ഇപ്പോൾ 25 √3 സ്ക്വയർ സെൻറ്റിമീറ്റർ എന്ന് കിട്ടും. അപ്പോൾ ബേസ് ഏരിയ എന്ന് പറയുന്നത് 25 √3 സ്ക്വയർ സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ ടോട്ടൽ സർഫസ് ഏരിയ കാണാൻ എന്ത് ചെയ്താൽ മതി? ഈ ലാറ്ററൽ സർഫസ് ഏരിയ പ്ലസ് എന്താണ്? 2 × ബേസ് ഏരിയ. 2 × ബേസ് ഏരിയ. അതാണ് എന്ത്? ടോട്ടൽ സർഫസ് ഏരിയ കാണാനുള്ള ഇക്വേഷൻ. അപ്പം ലാറ്ററൽ സർഫസ് ഏരിയ 150 ആണ്. പ്ലസ് എന്താണ്? 2 × ബേസ് ഏരിയ എന്ന് പറഞ്ഞാൽ 2 × 25 √3 എന്നാണ്. 2 × 25 എന്ന് പറയുന്നത് എത്രയാണ്? 50 ആണ് അല്ലേ? അപ്പോൾ 150 പ്ലസ് 50 √3 സ്ക്വയർ സെൻറ്റിമീറ്റർ എന്ന് കിട്ടും. നെക്സ്റ്റ് 8th ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് ദ സം ഓഫ് ദി ഔട്ടർ ആംഗിൾസ് ഓഫ് എ റെഗുലർ പോളിഗൺ ഓഫ് n സൈഡുള്ള റെഗുലർ പോളിഗണിന്റെ ഔട്ടർ ആംഗിൾസിന്റെ സം എത്രയാണെന്നാണ് ചോദിച്ചേക്കണേ. നമ്മൾ പഠിച്ചിട്ടുണ്ട് ഏത് റെഗുലർ പോളിഗൺ ആണെങ്കിലും എത്ര നമ്പർ ഓഫ് സൈഡ്സ് ആണെങ്കിലും സം ഓഫ് ദി ഔട്ടർ ആംഗിൾസ് എത്രയായിരിക്കും? 360 ഡിഗ്രി ആയിരിക്കും. ഇനി ബി ക്വസ്റ്റ്യൻ. ഇറ്റ് മെഷേഴ്സ് ഓഫ് എൻ ഔട്ടർ ആംഗിൾ ഇസ് 6 ഡിഗ്രി. റൈറ്റ് റിലേഷൻ കണക്റ്റിംഗ് എക്സ് ആൻഡ് എൻ. അവ തമ്മിലുള്ള റിലേഷൻ എങ്ങനെയായിരിക്കും? എക്സ് ഇസ് ഈക്വൽ ടു നമ്പർ ഓഫ് സൈഡ് ആയിരിക്കും എക്സ് ഇസ് ഈക്വൽ ടു എത്രയായിരിക്കും? ഓരോ ആംഗിളും എത്ര ഉണ്ടെന്നാണ് നമ്മൾ കണ്ടുപിടിക്കുക. അപ്പോൾ 360 ഡിവൈഡഡ് ബൈ n എന്ന് പറയുന്നതായിരിക്കും അതിൻ്റെ റിലേഷൻ. അതായത് 360/n നമ്പർ ഓഫ് സൈഡ്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഒരു ഔട്ടർ ആംഗിൾ എത്രയാണെന്ന് കിട്ടും. ഒരു ഔട്ടർ ആംഗിൾ x ഡിഗ്രി എന്ന് പറഞ്ഞത് എത്രയാണെന്ന് കിട്ടും? 360 ഡിവൈഡ് ബൈ നമ്പർ ഓഫ് സൈഡ്സ് ചെയ്ത് കഴിഞ്ഞാൽ പോളിഗണിന്റെ. ഇനി സി ക്വസ്റ്റ്യൻ. ആർ എക്സ് ആൻഡ് എൻ ഇൻ ഡയറക്റ്റ് പ്രൊപ്പോർഷൻ ഓഫ് ഇൻവേഴ്സ് ഓഫ് പ്രൊപ്പോർഷൻ. അത് ഡയറക്റ്റ് പ്രൊപ്പോർഷൻ ആണോ ഇൻവേഴ്സ് പ്രൊപ്പോർഷൻ ആണോ? എന്താണ്? ഇൻവേഴ്സ് പ്രൊപ്പോർഷൻ ആയിരിക്കും.
9ാമത്തെ ക്വസ്റ്റ്യൻ, ഇൻ എ സർക്കിൾ ദ ലെങ്ത് ഓഫ് an arc of central angle 40 degree is 8 pi centimeter. ഒരു സർക്കിളിലെ ലെങ്ത് ഓഫ് an arc of central angle 40 degree ആണ്, is 8 pi centimeter ആണ്. എ, വാട്ട് ഈസ് ദ സർക്കംഫറൻസ് ഓഫ് ദി സർക്കിൾ? ആ സർക്കിളിന്റെ സർക്കംഫറൻസ് എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ സർക്കംഫറൻസ് കണ്ടുപിടിക്കാൻ എന്താണ് 2 pi r ഇൻറ്റു 40 ഡിവൈഡ് ബൈ 360 ആണ് എന്തെന്ന് പറയുന്നത് 8 pi എന്ന് പറയുന്നത് അല്ലേ. 2 pi r ഇൻറ്റു 40 ഡിവൈഡഡ് ബൈ 360 ആണ് എന്തെന്ന് പറയുന്നത് 8 pi എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ 2 pi r ഇൻറ്റു 40 ബൈ 360 എന്ന് പറയുന്നത് നമുക്ക് 1/9 ആക്കി എഴുതാം. 40 ഡിവൈഡ് ബൈ 360 എന്ന് പറയുന്നത് 1/9 ആക്കിയിട്ട് എഴുതാം അല്ലേ. 0യും 0യും വെട്ടിപ്പോയി 4/36 എന്ന് പറയുന്നത് 1/9 ആണ്. അപ്പോൾ 2 pi r ഇൻറ്റു 1/9 ഈസ് ഈക്വൽ ടു എന്താണ് 8 pi എന്ന് കിട്ടി. അപ്പോൾ 2 pi r എന്ന് പറയുന്നത് നമുക്ക് എടുത്ത് എഴുതാം. 2 pi r ഈക്വൽ ടു എത്രയായിരിക്കും 1/9 ഈക്വൽ ടുവിൻ്റെ അപ്പുറത്തേക്ക് പോകുമ്പോൾ ഡിവിഷൻ ചെയ്തിരിക്കുന്നത് അത് എന്തായിട്ട് മാറും ഇൻറ്റു ആയിട്ട് മാറും. അതായത് 9/1 ആയിട്ട് മാറും. അപ്പം 9 ഇൻറ്റു 9 ഇൻറ്റു 8 pi. അപ്പോൾ സർക്കംഫറൻസ് എന്ന് പറയുന്നത് 9 ഇൻറ്റു 8 എന്ന് പറയുന്നത് 72 സെൻറ്റിമീറ്റർ ആണ്. 72. അപ്പോൾ 72 pi സെൻറ്റിമീറ്റർ. സർക്കംഫറൻസ് എന്ന് പറയുന്നത് 72 pi സെൻറ്റിമീറ്റർ ആണ്. ഇനി ഈ ക്വസ്റ്റ്യൻ നോക്കാം. അതിൻ്റെ വാട്ട് ഈസ് ഇറ്റ്സ് റേഡിയസ്? അതിൻ്റെ റേഡിയസ് എത്രയാണെന്ന് ചോദിച്ചാൽ അപ്പോൾ 2 pi r ഇസ് ഈക്വൽ ടു എന്ന് പറയുന്നത് 72 pi ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് 6 കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി 72 ബൈ ഇവിടെ ഇൻറ്റു ചെയ്തേക്കണ 2 ഇവിടെ വന്നപ്പോൾ എന്തായി ഡിവിഷനായിട്ട് മാറി. അപ്പോൾ 70 ഇക്വൽ ടുവിന് അപ്പുറത്തേക്ക് ഇൻറ്റു ചെയ്തത് ഇക്വൽ ടുവിന് അപ്പുറം വരുമ്പോൾ ഡിവിഷനായിട്ട് മാറും. അപ്പോൾ 72/2 ഇസ് ഈക്വൽ ടു എത്ര വരും 36. അപ്പോൾ റേഡിയസ് എന്ന് പറയുന്നത് എത്രയാണ് 36 സെൻറ്റിമീറ്റർ ആണ്. ഇനി നെക്സ്റ്റ്, വാട്ട് ഈസ് ദ ഏരിയ ഓഫ് ദി സർക്കിൾ? ഈ സർക്കിളിന്റെ ഏരിയ എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏരിയ കാണാനുള്ളത് πr² ആണ് അല്ലേ. πr² ആണ് ഇക്വേഷൻ. അപ്പോൾ π ഇൻറ്റു r² എന്ന് പറഞ്ഞാൽ 36 ആണ്. 36 സ്ക്വയർ ഇസിക്കൽ ടു അപ്പോൾ എത്രയാണ് 36ന്റെ സ്ക്വയർ എന്ന് പറയുന്നത് 1296 ആണ്. അപ്പോൾ 1296 pi സ്ക്വയർ സെൻറ്റിമീറ്റർ എന്നാണ് ഉത്തരം കിട്ടുക. 10ാമത്തെ ക്വസ്റ്റ്യൻ, പ്രൂവ് ദാറ്റ് √3 പ്ലസ് √2 ഇൻറ്റു √3 മൈനസ് √2 ഇസ് ഇക്വൽ ടു 1 യൂസിങ് ദ ഫൈൻ വാല്യൂ ഓഫ് 1/√3 മൈനസ് √2 അപ് ടു 2 ഡെസിമൽ പ്ലേസസ്. √3യുടെയും ആദ്യം പറഞ്ഞിരിക്കുന്നത് എന്താണ്, ഇത് രണ്ടും പ്രൂവ് ചെയ്യാനാണ് പറയുന്നത്. √3 പ്ലസ് √2 ഇൻറ്റു √3 മൈനസ് √2 ചെയ്താൽ 1 കിട്ടുമെന്നും, രണ്ടാമത്തത് എന്താണ് ഇതിൻ്റെ സ്ഥാനങ്ങളിൽ ഡെസിമൽ പോയിന്റ്സ് ഇട്ടിട്ട് നിങ്ങളോട് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആദ്യം ഉള്ളത് നമുക്ക് ചെയ്ത് നോക്കാം. √3 പ്ലസ് √2 ഇൻറ്റു √3 മൈനസ് √2 ഇസ് ഇക്വൽ ടു 1 എന്നാണ് നമുക്ക് തന്നിരിക്കുന്നത്. അപ്പോൾ അത് പ്രൂവ് ചെയ്യുമ്പോൾ എന്താണ് രണ്ട് സ്ഥലത്തും √3 ഇൻറ്റു √3 എന്താണ് √3 സ്ക്വയർ ആണ്. √2 ഇൻറ്റു √2 സ്ക്വയർ ആണ്. പ്ലസും മൈനസും മൈനസ് ആയിട്ടും മാറി. അപ്പോൾ √3 സ്ക്വയർ എന്നും നമുക്ക് കിട്ടി, √2 സ്ക്വയർ എന്നും കിട്ടി. റൂട്ടും സ്ക്വയറും കട്ട് ചെയ്ത് പോയി. പിന്നെ എന്താ ഉള്ളത് 3 - 2 ആണുള്ളത്. 3 - 2 ഇസ് ഇക്വൽ ടു 1 എന്ന് കിട്ടി. ഇനി താഴെ ഇതും കൂടെ ചെയ്ത് നോക്കാൻ പറഞ്ഞിട്ടുണ്ട്. 1/√3 മൈനസ് √2 ഇതിൻ്റെ സ്ഥാനത്ത് ഡെസിമൽ പോയിന്റ്സ് ഇട്ടിട്ട് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഈ 1/√3 മൈനസ് തന്നെ നമ്മൾ തലതിരിച്ചിടുമ്പോൾ എന്തായി √3 എന്തായിട്ട് മാറി മുകളിലേക്ക് അല്ലേ. √3 പ്ലസ് എന്താണ് √2 ഇത് ഇങ്ങനെ √2 ഡിവൈഡ് ബൈ 1 എന്നായിട്ട് മാറും മുകളിലേക്ക് കയറ്റുമ്പോൾ അല്ലേ. അപ്പോൾ √3 പ്ലസ് √2 ഇസ് ഇക്വൽ ടു √3യുടെ സ്ഥാനത്ത് നമുക്ക് വാല്യൂ തന്നിട്ടുണ്ട് 1.73 എന്ന് തന്നിട്ടുണ്ട്. അതും പ്ലസ് 1.41 ഇടുക. അത് രണ്ടും ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടി 3.14 എന്ന് കിട്ടി. അപ്പോൾ ഇങ്ങനെ ഡെസിമൽ പോയിന്റ്സ് ഇട്ടിട്ട് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 64 - 46 ഇസ് ഇക്വൽ ടു 9 ഇൻറ്റു ഡാഷ് എന്നാണ് പറഞ്ഞത്. അതായത് 64 നിന്ന് 46 മൈനസ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഉത്തരം അതെന്തിന് ഈക്വൽ ആണ് 9ന്റെ കൂടെ ഏതൊരു നമ്പർ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്ന ഉത്തരത്തിന് ഈക്വൽ ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ 64 നിന്ന് 46 ആദ്യം മൈനസ് ചെയ്ത് നോക്കണം. അപ്പോൾ എത്ര കിട്ടണം നമുക്ക് 18 കിട്ടണം. അപ്പോൾ 9ന്റെ കൂടെ ഏത് നമ്പർ മൾട്ടിപ്ലൈ ചെയ്താലാണ് 2. 9 ഇൻറ്റു 2 ആണ് എന്ത് 18 എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സം ഓഫ് ദ ഡിജിറ്റ്സ് ഓഫ് 2 ഡിജിറ്റ് നമ്പർ ഈസ് 30. ഏതൊരു 2 ഡിജിറ്റ് രണ്ട് നമ്പറുകൾ തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് എന്തെന്ന് പറയുന്നത് 13 എന്ന് പറയുന്നത്. ഇഫ് ദ നമ്പർ ഒബ്റ്റൈൻഡ് ബൈ റിവേഴ്സിംഗ് ദ ഡിജിറ്റ് ഈസ് 27. റിവേഴ്സിൽ ഇട്ടാൽ അത് എത്രയായിരിക്കും 27 ആയിരിക്കും. 27 മോർ ദാൻ ദ ഒറിജിനൽ നമ്പർ. ഒറിജിനൽ നമ്പറിനേക്കാളും
27 കൂടുതലായിരിക്കും എന്നാണ് പറഞ്ഞത്. വാട്ട് ഇസ് ദ നമ്പർ? അങ്ങനെയാണെങ്കിൽ നമ്പർ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ 2 ഡിജിറ്റ് നമ്പറിനെ നമുക്ക് എന്താക്കി എടുക്കാം? ആ രണ്ട് നമ്പറുകൾ എന്തായിട്ട് എടുക്കാം? എക്സും വൈയും എടുക്കാം. അപ്പോൾ എക്സും വൈയും ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര കിട്ടും എന്ന് പറയണേ? 13 കിട്ടും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്പർ എന്ന് പറയുന്നത് ഈ 13 എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇപ്പോൾ നമുക്കറിയാം 10 + 1 ആണ് എന്തെന്ന് പറയുന്നത്? 11. 10 + 2 ആണ് 12 എന്ന് പറയുന്നത്. അപ്പോൾ ഇതെന്ന് പറയുന്നത് എന്തായിരിക്കും? 10 × x അല്ലേ? അതായത് 10 × 1 + 1 എന്ന് പറയുന്നതാണ്. 10 × 1 എന്ന് പറഞ്ഞാൽ 10, 10 + 1 11. ഇങ്ങനെയാണ് നമ്മൾ എഴുതുക അല്ലേ? അപ്പോൾ ഇത് എക്സും ഇത് വൈയും. അപ്പോൾ 10 × x + y എന്നാണ് നമ്പറിന് എടുക്കുക. 10 × x + y, 10 × x + y എന്നാണ് നമ്മൾ എടുക്കുക. അപ്പോൾ ഇനി ഇതിനെ റിവേഴ്സ് ഓർഡറിലേക്ക് ആക്കാൻ പറഞ്ഞേക്കാണ്. അപ്പോൾ 10y ഇതിനെ റിവേഴ്സ് പ്ലസ് എക്സ് = എത്രയാണ്? ഇത് ഒറിജിനൽ നമ്പറിനേക്കാളും 20 കൂടുതലാണെന്ന് പറയുക. അപ്പോൾ ഇത് എത്രയാണ്? 10x + y അതിൻ്റെ കൂടെ 27 കൂടെ കൂട്ടുക. അപ്പോൾ 10y ഒരു y പോയാൽ എത്രയാണ്? 9y. 10x ഒരു x പോയാൽ 9x. 9y - 9x = 27. അപ്പോൾ y - x എന്ന് പറയുന്നത് എന്തായാലും 27/9 എന്ന് പറയുന്നത് 3 ആണ് അല്ലേ? 3 27. അപ്പോൾ y + x എന്ന് പറയുന്നത് നമുക്കറിയാം. അതിനെ ഒന്നാമത്തെ ഇക്വേഷൻ ആയിട്ട് എടുക്കുക. y + x എന്ന് പറയുന്നത് എന്തായിരിക്കും? 30. അത് രണ്ടാമത്തെ ഇക്വേഷൻ ആക്കുക. അപ്പോൾ ഈ ഒന്നും രണ്ട് ഇക്വേഷനെ നമ്മൾ എന്ത് ചെയ്യണം? ആഡ് ചെയ്യണം. അപ്പോൾ y + y എന്ന് പറഞ്ഞാൽ 2y - x-ഉം x-ഉം ക്യാൻസൽ ആയി പോയി. 2y = എന്താ? 13 + 3 എന്ന് പറയുന്നത് 16. അപ്പോൾ 2y = 16 എന്ന് കിട്ടി. അപ്പോൾ y = 16 / എന്താണ്? 2. അപ്പോൾ 8 അല്ലേ? 8 എന്ന് കിട്ടി. y എന്ന് പറയുന്നത് 8 എന്ന് കിട്ടി. ഇനി ഇത് ഏതെങ്കിലും ഒരു ഇക്വേഷനിലേക്ക് കൊടുക്കുക. അപ്പോൾ രണ്ടാമത്തെ ഇക്വേഷനിലേക്ക് നമ്മൾ കൊടുക്കുന്നതെങ്കിൽ വൈയുടെ സ്ഥാനത്ത് y + x എന്നുള്ളത് കണ്ടോ? y + x = 13 എന്നുള്ള ഇക്വേഷനിലേക്ക് കൊടുക്കുന്നു. അപ്പോൾ 8 + എന്താണ്? x = 13 എന്ന് കിട്ടി. അപ്പോൾ x = 13 കൊണ്ട് ഇവിടെ പ്ലസ് ചെയ്തേക്കണം, മൈനസ് ചെയ്താൽ മതി. 13 - 8 = എന്ത് കിട്ടി? 5 എന്ന് കിട്ടി. അപ്പോൾ x എന്ന് പറയുന്നത് 5ഉം y എന്ന് പറയുന്നത് 8ഉം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്പർ എന്ന് പറയുന്നത് എന്തായിരിക്കും? നമ്മൾ പറഞ്ഞു 10x + y എന്നാണ് അല്ലേ പറഞ്ഞത്? ആ 10. അപ്പം 10 എന്ന് പറയുന്നത് 10 × x എന്ന് പറയുന്നത് എന്താണ്? 5 പ്ലസ് y എന്ന് പറയുന്നിടത്ത് 8. അപ്പം നമ്പർ എത്രയാണ് കിട്ടിയത്? 58 ആണ് കിട്ടിയത്. 8ഉം 5ഉം 8 + 5 കൂട്ടുമ്പോൾ നമുക്ക് എത്ര കിട്ടുന്നത്? 13. ഇതാണ് നമ്മളോട് പറഞ്ഞത്. എക്സും വൈയും കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടുന്നാണ് പറഞ്ഞിരിക്കുന്നത്? 13 കിട്ടുന്നാണ് പറഞ്ഞിരിക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ ബേസ് റേഡിയസ് ഓഫ് an iron cylinder is 20 cm and its height 27 cm. ഒരു അയൺ സിലിണ്ടറിന്റെ ബേസ് റേഡിയസ് എന്ന് പറയുന്നത് 20 സെന്റിമീറ്ററും ആൻഡ് ഹൈറ്റ് 27 സെന്റിമീറ്ററും ആണ്. ഇസ് മെൽറ്റഡ് ആൻഡ് റീകാസ്റ്റ് ഇൻ ടു സിലിണ്ടർ ഓർ ഹൈറ്റ് 12 സെന്റിമീറ്റർ. ഇതിനെ മെൽറ്റ് ചെയ്തിട്ട് വീണ്ടും റീകാസ്റ്റ് ചെയ്ത് സിലിണ്ടർ ആക്കി. അപ്പോൾ ഹൈറ്റ് എത്രയാണ്? 12 സെന്റിമീറ്റർ ആണ്. വാട്ട് ഇസ് ദ ബേസ് റേഡിയസ് ഓഫ് ദിസ് ന്യൂ സിലിണ്ടർ? അങ്ങനെയാണെങ്കിൽ പുതിയ ന്യൂ സിലിണ്ടറിന്റെ ബേസ് റേഡിയസ് എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് വോളിയം ഓഫ് ദി സിലിണ്ടർ കാണാനുള്ളത്? എന്താണ്? πr²h അല്ലേ? π × 20 × 20 × h. അപ്പോൾ റേഡിയസ് ഓഫ് ദി ന്യൂ സിലിണ്ടർ എന്ന് പറഞ്ഞാൽ നമുക്ക് R1 ആയിട്ട് എടുക്കാം. അപ്പോൾ വോളിയം ഓഫ് ദി ന്യൂ സിലിണ്ടർ എന്ന് പറഞ്ഞാൽ π × അതിൻ്റെ റേഡിയസ് നമുക്ക് അറിയില്ല. നേരത്തെ ഉണ്ടായിരുന്നതിൻ്റെയാണ് 20 × 20 27 എന്ന് പറഞ്ഞത്. അപ്പോൾ R1 × എത്രയാണെന്ന് പറഞ്ഞിരിക്കുന്നത്? ഹൈറ്റ് 12 ആണെന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ π × 2 R ഉണ്ട്. അപ്പോൾ R1² × 12. അപ്പോൾ π × R1 എന്ന് പറയുന്നത് നമുക്കറിയാം. നമ്മൾ കണ്ടുപിടിച്ച് എത്രയാണ്? R1 എന്ന് പറയുന്നത് എത്രയാണ്? 20 × 20 ആണ്. അപ്പോൾ R1² എന്ന് പറയുന്നത് ഇതിൻ്റെ റേഡിയസ് ആണ് കേട്ടോ. നമ്മൾ R1 എന്ന് പറയുന്നത് ഇത്. അപ്പോൾ R1 എന്ന് പറയുന്നത് 20 × 20 × 27. R1² എന്ന് പറയുന്നത് 20 × 20. അപ്പോൾ R1² എന്ന് പറയുന്നത് നമുക്ക് എന്താക്കി എടുക്കാം? 20 × 20 × 27 / ഈ 12നെ ഇവിടെ കൊണ്ടുപോയി ഇൻറ്റു ചെയ്ത് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ എത്ര നമുക്ക് കിട്ടണേ? 900. അപ്പോൾ R1 എന്ന് പറയുന്നത് എത്രയായിരിക്കും? 30 ആയിരിക്കും. അപ്പോൾ ബേസ് റേഡിയസ് എന്ന് പറയുന്നത് 30 സെന്റിമീറ്റർ ആയിരിക്കും. അതായത് R1² ആണ് എന്തെന്ന് പറയുന്നത്? 900 എന്ന് പറയുന്നത്. അപ്പോൾ R1 ഇതിൻ്റെ സ്ക്വയർ ആണ് 30ൻ്റെ സ്ക്വയർ ആണ്. 30 × 30 ആണ് എന്തെന്ന് പറയുന്നത്? 900 എന്ന് പറയുന്നത്.
അപ്പോൾ R1 എന്ന് പറയുന്നത് 30 ആയിരിക്കും. 14ാമത്തെ ക്വസ്റ്റ്യൻ, ഇഫ് ദ പെരിമീറ്റർ ഓഫ് എ സ്ക്വയർ ഈസ് പി, ഒരു സ്ക്വയറിന്റെ പെരിമീറ്റർ എന്ന് പറയുന്നത് പി ആണെങ്കിൽ വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് ഇറ്റ് സൈഡ്സ്, അതിന്റെ സൈഡ്സിന്റെ ലെങ്ത് എത്രയായിരിക്കും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ പെരിമീറ്റർ എന്ന് പറയുന്നത് പി ആണെങ്കിൽ ലെങ്ത് ഓഫ് ദി വൺ സൈഡ് എന്ന് പറയുന്നത് എന്തായിരിക്കും, P/4. സ്ക്വയറിന് 4 സൈഡ്, അപ്പോൾ P/4 ആയിരിക്കും. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഇഫ് ദ ഏരിയ ഈസ് എ, ഏരിയ എ ആണെങ്കിൽ ദെൻ റൈറ്റ് ദ റിലേഷൻ ബിറ്റ്വീൻ എ ആൻഡ് പി, എയും ഈ പെരിമീറ്ററും തമ്മിലുള്ള റിലേഷൻ എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ എ എന്ന് പറയുന്നത് എന്തായിരിക്കും, P²/4 അല്ലേ, അതായത് P²/4 സ്ക്വയർ 16. ഇനി അടുത്തത് എന്താ ചോദിച്ചിരിക്കുന്നത്, ഹിയർ വാട്ട് ക്വാണ്ടിറ്റി ഈസ് പ്രൊപ്പോർഷണൽ ടു ദ ഏരിയ, വാട്ട് ഈസ് ദ പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ്, എന്താണ്, സ്ക്വയർ ഓഫ് ദി പെരിമീറ്റർ ആയിരിക്കും അല്ലേ, പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ് എന്ന് പറയുന്നത് P² 1/16 ആയിരിക്കും. 1/16 ആയിരിക്കും പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ്, സ്ക്വയർ ഓഫ് ദി പെരിമീറ്റർ ആയിരിക്കും പ്രൊപ്പോർഷൻ. 15ാമത്തെ ക്വസ്റ്റ്യൻ, ദ ഡീറ്റെയിൽസ് ഓഫ് റബ്ബർ ഷീറ്റ്സ് എ ഫാമർ ഗോട്ട് ഡ്യൂറിങ് എ മന്ത് ആർ ഷോൺ ബിലോ. താഴെ ഒരു റബ്ബറിന്റെ ഡീറ്റെയിൽസ് ആണ്, റബ്ബർ ഷീറ്റ്സിന്റെ ഒരു ഫാർമർ കൊടുത്ത ഡീറ്റെയിൽസ് ആണ് കാണിച്ചിരിക്കുന്നത്. ഗോട്ട് ഡ്യൂറിങ് ദ മന്ത് ആർ ഷോൺ ബിലോ, ഡേയ്സ് റബ്ബർ എത്ര കിലോഗ്രാം കൊടുത്തു എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. നോക്കൂ, ഹൗ മെനി കിലോഗ്രാംസ് ഓഫ് റബ്ബർ ഡിഡ് ഹി ഗെറ്റ് ഡേ ഓൺ ആവറേജ് ദിസ് മന്ത്. ഇപ്പം ഇതിൻ്റെ ആവറേജ് കാണാനാണ് പറഞ്ഞിരിക്കുന്നത്. ആവറേജ് കാണാൻ എന്ത് ചെയ്താൽ മതി, നമ്മൾ ടോട്ടലിനെ എന്ത് ചെയ്യണം, ടോട്ടൽ നമ്പറും കൊണ്ട് ഡിവൈഡ് ചെയ്യണം അല്ലേ. അപ്പോൾ ടോട്ടൽ വെയിറ്റ് എന്ന് പറയുന്നത് എത്രയാണ്, ടോട്ടൽ വെയിറ്റ് മൊത്തം കൂട്ടുമ്പോൾ നമുക്ക് 381 ഉണ്ടാവും. ടോട്ടൽ വെയിറ്റിനെ എന്ത് ചെയ്യണം, ഡേയ്സ് മൊത്തം എത്ര ഡേയ്സ് ഉണ്ടാവും, 30 ഡേയ്സ് അല്ലേ. ഒരു മന്ത് എന്ന് പറയുന്നത് 30 ഡേയ്സ് ആണ് അല്ലേ. അപ്പോൾ നമുക്ക് എത്ര കിട്ടാം, 381 ഡിവൈഡഡ് ബൈ 30 എന്നാണ്. അപ്പോൾ മൊത്തം എത്ര കിട്ടുന്നത്, 12.7 kg. അപ്പോൾ 3 ദിവസം അയാൾക്ക് 9 കിലോയാണ് കിട്ടിയത്, 4 ദിവസം 10 കിലോയാണ് കിട്ടിയത്, 3 ദിവസം വീണ്ടും 11 കിലോയാണ് കിട്ടിയത്, പിന്നെ ഒരു 3 ദിവസം 12 കിലോ കിട്ടി, പിന്നെ 5 ദിവസം 13 കിലോ, പിന്നെ 6 ദിവസം 14 കിലോ, 6 ദിവസം 16 കിലോ, അങ്ങനെ. അപ്പോൾ ടോട്ടൽ 381 ആണ്. മൊത്തം ഡേയ്സ് 381 ഡിവൈഡ് ബൈ 30, ടോട്ടൽ നമ്പർ ഓഫ് ഡേയ്സും കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും, 12.7 കിലോഗ്രാമിന് കിട്ടും. 381നെ 30 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 12.7 കിലോഗ്രാമിന് കിട്ടും. അപ്പോൾ ആവറേജ് എന്ന് പറയുന്നത് എത്രയാണ്. ഇനി ബി ക്വസ്റ്റ്യൻ, ദ പ്രൈസ് ഓഫ് എ കിലോഗ്രാം ഓഫ് റബ്ബർ ഈസ് 175 rupees. ഹൗ മച്ച് ഡിഡ് ഹി ഗെറ്റ് എ ഡേ ഓൺ ആവറേജ് ദിസ് മന്ത് ഫ്രം റബ്ബർ. എന്താ പറഞ്ഞിരിക്കുന്നത്, ദ പ്രൈസ് ഓഫ് കിലോഗ്രാം ഓഫ് റബ്ബർ ഈസ്, ഒരു കിലോഗ്രാമിന് 175 രൂപയാണെങ്കിൽ, ഒരു കിലോഗ്രാം റബ്ബറിന് 175 രൂപയാണെങ്കിൽ ഹൗ മച്ച് ഡിഡ് ഹി ഗെറ്റ് എ ഡേ ഓൺ ആവറേജ് ദിസ് ഫ്രം റബ്ബർ. ആവറേജ് അയാൾക്ക് എത്ര കിട്ടും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ആവറേജ് ഇൻകം കിട്ടാൻ 175 ഇൻറ്റു ആവറേജ് കൊണ്ട് 12.7 കൊണ്ട് ഇൻറ്റു ചെയ്യുക. അപ്പോൾ നമുക്ക് ഇത്രയും കിട്ടും ഒരു ഡേ. അല്ല, ആവറേജ് ഇൻകം എന്ന് പറയുന്നത് ഇത്രയും. 16ാമത്തെ ക്വസ്റ്റ്യൻ, ഇൻ ദ ഗിവൺ ഫിഗർ ആംഗിൾസ് ഓഫ് ദി ട്രയാങ്കിൾസ് ആർ ഇൻ ദ റേഷ്യോ 2:3:4. ഇതിൻ്റെ റേഷ്യോ എന്ന് പറയുന്നത് അല്ലേ, ആംഗിൾസ് 2:3:4 എന്നാണ്. സർക്കുലർ പാർട്സ് ഓഫ് റേഡിയ 4 cm ആൻഡ് ഡ്രോൺ വിത്ത് കോർണേഴ്സ് ആസ് സെൻറ്റർ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്, വാട്ട് ഈസ് ദ സം ഓഫ് സെൻട്രൽ ആംഗിൾ ഓഫ് ദി ഷെയ്ഡഡ് സെക്ടർ. ഷെയ്ഡഡ് സെക്ടറിൻ്റെ എന്താണ് സം ഓഫ് ദി സെൻട്രൽ ആംഗിൾ ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ സം ഓഫ് ദി സെൻട്രൽ ആംഗിൾ എന്ന് പറയുന്നത് എത്രയായിരിക്കും, 180 ഡിഗ്രി ആയിരിക്കും. ഫൈൻഡ് ദ ടോട്ടൽ ഏരിയ ഓഫ് ദി ഷെയ്ഡഡ് പോർഷൻ. ടോട്ടൽ ഏരിയ കാണാനാണ് പറഞ്ഞിരിക്കുന്നത്. ഏരിയ ഓഫ് ദി ഷെയ്ഡഡ് പോർഷന് എന്തിന് ഈക്വൽ ആയിരിക്കും, ഏരിയ ഓഫ് ദി സെമി സർക്കിളിന് ഈക്വൽ ആയിരിക്കും അല്ലേ. ഏരിയ ഓഫ് ദി സെമി സർക്കിൾ വിത്ത് റേഡിയസ് 4 cm ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഹാഫ് ഇൻറ്റു πr² ആണ്. ഹാഫ് ഇൻറ്റു പൈ ഇൻറ്റു എന്താണ് റേഡിയസ് എന്ന് പറയുന്നത് 4 cm ആണ് അല്ലേ. അപ്പോൾ 4 × 4 8π² cm. ഇനി ഫൈൻഡ് ദ റേഷ്യോ ബിറ്റ്വീൻ ദ ഏരിയാസ് ഓഫ് ദി ഷെയ്ഡഡ് സെക്ടർ. ഏരിയയുടെ റേഷ്യോ ആണ് പറഞ്ഞിരിക്കുന്നത് ഷെയ്ഡഡ് സെക്ടറിൻ്റെ. അപ്പോൾ റേഷ്യോ ബിറ്റ്വീൻ ദ ഏരിയ സെക്ടർ എന്ന് പറയുന്നത് റേഷ്യോ ഓഫ് ദി ആംഗിൾസ് തന്നെയായിരിക്കും. ഷെയ്ഡ് ചെയ്തേക്കുന്നതിൻ്റെ ഏരിയാസ് ഓഫ് ദി സെക്ടർ എന്ന് പറയുന്നത് എന്തായിരിക്കും, റേഷ്യോ എന്ന് പറയുന്നത് റേഷ്യോ ഓഫ് ആംഗിൾ തന്നെയായിരിക്കും. അത് എത്രയാണ്, 2:3:4 ആണ്. Question, a square is drawn with the height of an equilateral triangle as its side if the perimeter of triangle is 6 cm.
എന്താ പറയുന്നത്, ഇക്വലാറ്റർ ട്രയാങ്കിളിൻ്റെ അതേ ഹൈറ്റിലാണ് എന്ത് ചെയ്തിരിക്കുന്നത്, സ്ക്വയർ ഇസ് ഡ്രോൺ വിത്ത് ഹൈറ്റ് ഓഫ് ആൻ ഇക്വലാറ്റർ ട്രയാങ്കിൾ ആസ് ഇറ്റ് സൈഡാക്കിയിട്ട് ചെയ്തിരിക്കുന്നത്. ഇഫ് ദ പെരിമീറ്റർ ഓഫ് ദി ട്രയാങ്കിൾ ഈസ് 6 സെൻറ്റിമീറ്റർ. പെരിമീറ്ററിൻ്റെ ട്രയാങ്കിളിൻ്റെ പെരിമീറ്റർ എന്ന് പറയുന്നത് 6 സെൻറ്റിമീറ്റർ ആണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ആർ ദ സൈഡ്സ് ഓഫ് ദി ട്രയാങ്കിൾ? അങ്ങനെയാണെങ്കിൽ ട്രയാങ്കിളിൻ്റെ സൈഡ്സ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ സൈഡ്സ് ഓഫ് ദിസ് ട്രയാങ്കിൾ എന്ന് പറയുന്നത് എത്രയായിരിക്കും? 6/3 3 സൈഡ് അപ്പോൾ ഈസ് ഈക്വൽ ടു 2 സെൻറ്റിമീറ്റർ. എത്രയാണ്? 2 സെൻറ്റിമീറ്റർ ആയിരിക്കും. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ ഏരിയ ഓഫ് ദി സ്ക്വയർ? സ്ക്വയറിൻ്റെ ഏരിയ കാണാൻ എന്താണ്? ഏരിയ ഓഫ് ദി സ്ക്വയർ എന്ന് പറഞ്ഞത് 2 സ്ക്വയർ മൈനസ് എന്താണ് 1 സ്ക്വയർ ഇസ് ഈക്വൽ ടു എന്താണ്? 2 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 4 ആണ്. 4 മൈനസ് 1 ഇസ് ഈക്വൽ ടു 3 സെൻറ്റിമീറ്റർ ആയിരിക്കും. ഇനി എന്താ ചോദിച്ചിരിക്കുന്നത്? നെക്സ്റ്റ്, വാട്ട് ഈസ് ദ ഹൈറ്റ് ഓഫ് ദി ട്രയാങ്കിൾ? ഹൈറ്റ് ഓഫ് ദി ട്രയാങ്കിളിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് √3 സെൻറ്റിമീറ്റർ ആയിരിക്കും. 20ാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ. ദ ഫിഗർ ഷോസ് എൻ ഐസോസെലസ് ട്രയാങ്കിൾ ഓഫ് ബേസ് ആൻഡ് ഹൈറ്റ് 4 സെൻറ്റിമീറ്റർ ഡ്രോൺ വിത്ത് വേർട്ടിസസ് ഓൺ എ സർക്കിൾ. ബേസും ഹൈറ്റ് 4 സെൻറ്റിമീറ്റർ ആയിട്ടുള്ള ഐസോസെലസ് ട്രയാങ്കിളിൻ്റെ പിക്ചറാണ് തന്നിരിക്കുന്നത്. വാട്ട് ഈസ് ദ റേഡിയസ് ഓഫ് ദി സർക്കിൾ? സർക്കിളിൻ്റെ റേഡിയസ് എത്രയാണെന്ന് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ റേഡിയസ് എന്ന് പറയുന്നത് ഇതാണ് അല്ലേ, 6 എന്ന് പറയുന്നത് ഇതായിരിക്കും. ഇതിന് താഴേക്ക് ഹൈറ്റിൽ നിന്ന് 6 മൈനസ് ചെയ്യുന്നതായിരിക്കും ബാക്കി എന്ന് പറയുന്നത്. അപ്പോൾ ഇതിന് 6 4 മൈനസ് 6 ആയിരിക്കും. അപ്പോൾ ഇതെങ്ങനെ എഴുതാം? 4 മൈനസ് 6 സ്ക്വയർ പ്ലസ് 2 സ്ക്വയർ ഇസ് ഈക്വൽ ടു എന്താണ്? 6 സ്ക്വയർ. അപ്പോൾ ഇതേക്കുറച്ച് തിയറി അനുസരിച്ച് അപ്പോൾ 4 മൈനസ് 6 സ്ക്വയർ എന്ന് പറഞ്ഞത് എന്താണ്? 4 മൈനസ് 6 സ്ക്വയർ എന്ന് പറയുന്നത് എ മൈനസ് ബി ഹോൾ സ്ക്വയർ എന്നാണ് ഫോമിലാണ് കിടക്കുന്നത്. അപ്പോൾ അതെങ്ങനെ വരും? 6 സ്ക്വയർ പ്ലസ് 16 മൈനസ് 8 പ്ലസ് അടുത്ത 2 സ്ക്വയർ 4 ഇസ് ഈക്വൽ ടു 6 സ്ക്വയർ. അപ്പോൾ 16 പ്ലസ് 4 20 മൈനസ് 8 ഇസ് ഈക്വൽ ടു എത്രയാണ്? 0 എന്നാണ് പറയുന്നത്. 8 ഇസ് ഈക്വൽ ടു അപ്പോൾ എത്രയാണ്? 20. അപ്പോൾ 6 ഇസ് ഈക്വൽ ടു 20/8 എന്ന് പറയുന്നത് എത്ര കിട്ടും? 5/2 എന്ന് കിട്ടും. അപ്പോൾ റേഡിയസ് ഓഫ് ദി സർക്കിൾ എന്ന് പറഞ്ഞാൽ 5/2 എന്നാണ്. ഡെസിമൽ ഫോമിലേക്ക് മാറ്റുമ്പോൾ 2.5 സെൻറ്റിമീറ്ററിന് കിട്ടും. ബി ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ സർക്കംഫറൻസ് ഓഫ് ദി സർക്കിൾ? സർക്കിളിൻ്റെ ഇപ്പോൾ സർക്കംഫറൻസ് കാണാനാണ് പറഞ്ഞിരിക്കുന്നത്. സർക്കംഫറൻസ് ഓഫ് ദി സർക്കിൾ കാണാനുള്ള ഇക്വേഷൻ 2πr ആണ്. 2 × π × r എന്ന് പറഞ്ഞത് കണ്ടുപിടിച്ചു. എത്രയാണ്? 5/2, അതായത് 2.5 ആണ് കിട്ടിയത്. അപ്പോൾ നമുക്ക് മൊത്തം എത്ര കിട്ടും? രണ്ടും വെട്ടിപ്പോയി 5π സെൻറ്റിമീറ്റർ എന്ന് കിട്ടും. അപ്പോൾ സർക്കംഫറൻസ് ഓഫ് ദി സർക്കിൾ എത്രയാണ്? 5π സെൻറ്റിമീറ്റർ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ബേസ് ഓഫ് പ്രിസം ഈസ് റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ വിത്ത് പെർപെൻഡിക്കുലർ സൈഡ് 6 സെൻറ്റിമീറ്റർ 8 സെൻറ്റിമീറ്റർ ആൻഡ് ഹൈറ്റ് ഈസ് 50 സെൻറ്റിമീറ്റർ. ബേസ് ഓഫ് പ്രിസം ഈസ് റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിളിൻ്റെ പെർപെൻഡിക്കുലർ സൈഡ്സ് ആണ് 6 സെൻറ്റിമീറ്റർ 8 സെൻറ്റിമീറ്റർ ഹൈറ്റ് 50 സെൻറ്റിമീറ്റർ. ഫൈൻഡ് ദ വോളിയം ഓഫ് ദി പ്രിസം. പ്രിസത്തിൻ്റെ വോളിയം എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. പ്രിസത്തിൻ്റെ വോളിയം എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ആദ്യം ഏരിയ ഓഫ് ദി ട്രയാങ്കിൾ എന്ന് പറഞ്ഞത് എത്രയാണ്? ½ BH അല്ലേ. ഹാഫ് ഇൻറ്റു ബി ആണ് എത്ര? 6, എച്ച് ആണ് എന്താ 8. അപ്പോൾ ഇതെല്ലാം കൂടി ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 24 സ്ക്വയർ സെൻറ്റിമീറ്റർ എന്ന് കിട്ടും. അപ്പോൾ വോളിയം ഓഫ് ദി പ്രിസം കാണാനുള്ള ഇക്വേഷൻ എന്താണ്? ബേസ് ഏരിയ ഇൻറ്റു ഹൈറ്റ് ആണ്. ബേസ് ഏരിയ എത്രയാണ്? 24 ഇൻറ്റു ഹൈറ്റ് എന്ന് പറഞ്ഞാൽ 15 ആണ്. അപ്പോൾ 360 ക്യൂബിക് സെൻറ്റിമീറ്ററിന് കിട്ടും. ഇനി രണ്ടാമത്തെ, ഫൈൻഡ് ദ ലാറ്ററൽ സർഫസ് ഏരിയ ഓഫ് ദി പ്രിസം. പ്രിസത്തിൻ്റെ ലാറ്ററൽ സർഫസ് ഏരിയ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഹൈപ്പോട്ടീനിയസ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താണ്? ബേസ് സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ ആണ്. ബേസ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ 6 സ്ക്വയർ ആണ്. ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ ഹൈറ്റ് എന്ന് പറയുന്നത് 8 സ്ക്വയർ ആണ്. അപ്പോൾ 6ൻ്റെ സ്ക്വയർ 36, 8ൻ്റെ സ്ക്വയർ 64, ടോട്ടൽ എത്രയാണ്? 100. അപ്പോൾ ഹൈപ്പോട്ടീനിയസ് എന്ന് പറഞ്ഞത് എത്രയായിരിക്കും? സ്ക്വയർ ഇങ്ങോട്ട് വരുമ്പോൾ റൂട്ടാവും. റൂട്ട് 100 ആവും. 100 എന്ന് പറഞ്ഞാൽ റൂട്ട് 100 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 10 സെൻറ്റിമീറ്റർ. അപ്പോൾ ബേസ് പെരിമീറ്റർ എന്ന് പറഞ്ഞത് എത്രയാണ്? 10 + 6 + 8 മൊത്തം എത്രയാണ്? 24 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ ലാറ്ററൽ സർഫസ് ഏരിയ കണ്ടുപിടിക്കാൻ ബേസ് പെരിമീറ്റർ ഇൻറ്റു ഹൈറ്റ് ചെയ്താൽ മതി. ബേസ് പെരിമീറ്റർ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 24 സെൻറ്റിമീറ്റർ ആണ്. ഇൻറ്റു ഹൈറ്റ് എന്ന് പറയുന്നത് 15 ആണ്. 360 സ്ക്വയർ സെൻറ്റിമീറ്റർ എന്ന് കിട്ടും. ക്വസ്റ്റ്യൻ, ഇൻ ട്രയാങ്കിൾ ABC ആംഗിൾ ACB 90 ഡിഗ്രി and AB is perpendicular to CD and if angle A 50 ഡിഗ്രി then what is the value of ACD? അങ്ങനെയാണെങ്കിൽ ACDയുടെ വാല്യൂ എത്രയാണെന്ന് ചോദിച്ചിരിക്കുന്നത്. അത് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? ആംഗിൾ ACD എന്ന് പറഞ്ഞാൽ 90 ഡിഗ്രി മൈനസ് എന്താണ്? 50 ഡിഗ്രി പെർപെൻഡിക്കുലർ ആണെന്ന് പറഞ്ഞല്ലേ. അപ്പോൾ 90 നിന്ന് 50 മൈനസ് ചെയ്താൽ എത്ര കിട്ടണേ? 40 ഡിഗ്രി. ഇനി നമ്മളോട് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ പറയുന്നത്, ഇഫ് പ്രൂവ് ദാറ്റ് ദ ആംഗിൾസ് ഓഫ് ദി ട്രയാങ്കിൾസ് ACD ആൻഡ് BCD ആർ ഈക്വൽ. ACDയും BCDയും ഈക്വൽ ആണെന്ന് തെളിയിക്കാനാണ് പറയുന്നത്. അപ്പോൾ ACDയിലെ എല്ലാ ആംഗിൾസും നമുക്കറിയാം. ആംഗിൾ A 50 ഡിഗ്രിയാണ്.
ADC നമുക്ക് 90 ഡിഗ്രിയാന്ന് പറഞ്ഞു. അപ്പോൾ ACD കണ്ടുപിടിക്കാൻ 90 - 50 = എത്രയാണ്? 40 ഡിഗ്രി. അത് നമ്മളിപ്പോൾ കണ്ടുപിടിച്ചു. അപ്പോൾ BCDയിലെ ആംഗിൾ CDB എന്താണ്? ഈക്വലാണ് 90 ഡിഗ്രിയാണ്. അപ്പോൾ BCD എന്ന് പറയുന്നത് എന്തായിരിക്കും? 90 - 40 ചെയ്യുന്നതാണ്. അപ്പോൾ അത് എത്രയാണ്? 50 ഡിഗ്രിയാണ്. അപ്പോൾ ആംഗിൾ DBC എന്ന് പറയുന്നത് എത്രയായിരിക്കും? 40 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ ആംഗിൾസ് ആർ എന്താണ്? ഈക്വലാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എ ബ്ലോക്ക് ഓഫ് വുഡ് ഈസ് ഇൻ ദ ഷേപ്പ് ഓഫ് സ്ക്വയർ പ്രിസം ഹാസ് ബേസ് പെരിമീറ്റർ 120 സെൻറ്റിമീറ്റർ. ഒരു സ്ക്വയർ പ്രിസത്തിൻ്റെ ബേസ് പെരിമീറ്റർ 120 സെൻറ്റിമീറ്ററും ഹൈറ്റ് 2 മീറ്ററുമാണ്. ഫ്രം ദിസ് പ്രിസം എ സിലിണ്ടർ ഓഫ് മാക്സിമം വോളിയം ഈസ് കട്ട് ഔട്ട്. അതിനകത്ത് നിന്ന് എന്ത് ചെയ്തു? മാക്സിമം വോളിയത്തിൽ ഒരു സിലിണ്ടർ കട്ട് ഔട്ട് ചെയ്തിട്ട് വാട്ട് ഇസ് ദ വോളിയം ഓഫ് ദി റിമൈനിങ് പോർഷൻ, ബാക്കിയുള്ള പോർഷൻ എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അത് കണ്ടുപിടിക്കാൻ ബേസ് പെരിമീറ്റർ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 4 × A, അതായത് 4 × സൈഡ് ആണല്ലേ, 120 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ ബേസ് എഡ്ജ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്താൽ മതി? A = 120 ഡിവൈഡഡ് ബൈ, ഇവിടെ ഇൻറ്റു ചെയ്തേക്കണം, ബൈ 4 = 30 സെൻറ്റിമീറ്റർ. ബേസ് എഡ്ജ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 30 സെൻറ്റിമീറ്റർ. ഹൈറ്റ് എന്ന് പറഞ്ഞാൽ 2 മീറ്റർ ആണ്. അതിന് സെൻറ്റിമീറ്ററിലേക്ക് ആക്കുമ്പോൾ 200 സെൻറ്റിമീറ്റർ ആയി. വോളിയം ഓഫ് ദി സ്ക്വയർ പ്രിസം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ് എന്ത്? V = A²H. സ്ക്വയർ പ്രിസം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ V = A²H എന്നാണ്. അപ്പോൾ A² എന്ന് പറഞ്ഞാൽ എത്രയാണ്? 30 ആണ് അല്ലേ. A എന്ന് പറയുന്നത് 30 ആണ്. അപ്പോൾ 30 × 30 × 200. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 1,80,000 ക്യൂബിക് സെൻറ്റിമീറ്റർ എന്ന് കിട്ടും. അപ്പോൾ ഡയമീറ്റർ ഓഫ് ദി സിലിണ്ടർ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ബേസ് എഡ്ജ് ഓഫ് ദി സ്ക്വയർ പ്രിസം ആയിരിക്കും, അതായത് 30 സെൻറ്റിമീറ്റർ ആയിരിക്കും. അപ്പോൾ റേഡിയസ് ഓഫ് ദി സിലിണ്ടർ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? R = 30/2. അത് എത്രയാണ് കിട്ടണം? 50 സെൻറ്റിമീറ്റർ എന്നാണ് കിട്ടുന്നത്. 50 സെൻറ്റിമീറ്ററാണ്. അപ്പോൾ ഹൈറ്റ് ഓഫ് ദി സിലിണ്ടർ എന്ന് പറയുന്നത് 200 സെൻറ്റിമീറ്റർ എന്ന് നമുക്ക് പറഞ്ഞിട്ടുണ്ട്. വോളിയം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ πr²H ആണ്. പൈ ഇൻറ്റു റേഡിയസ് എന്ന് പറയുന്നത് 15 × 50 ഇൻറ്റു ഹൈറ്റ് എന്ന് പറയുന്നത് 200. അപ്പോൾ എല്ലാം കൂടെ ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 45,000 എന്ന് കിട്ടും. 45,000 പൈന്ന് കിട്ടും. ഇനി പൈയുടെ വാല്യൂ 3.14. അതാണ്. വേണമെങ്കിൽ ഇവിടെ വരെ ചെയ്താൽ മതി, വേണമെങ്കിൽ നിർബന്ധമില്ല. അതിനുശേഷം പൈയുടെ വാല്യൂ ഇട്ടിട്ട് വേണമെങ്കിൽ ചെയ്യുക. അപ്പോൾ അത്ര ക്യൂബിക് സെൻറ്റിമീറ്റർ കിട്ടും. ഇനി വോളിയം ഓഫ് ദി റിമൈനിങ് പോർഷൻ കിട്ടാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്താൽ മതി? നമുക്ക് ആദ്യത്തെ ഇതിന് എന്താണ് 1,80,000 കിട്ടിയെന്ന് ഇത് മൈനസ് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് അത്രയും ക്യൂബിക് സെൻറ്റിമീറ്റർ 38,700 ക്യൂബിക് സെൻറ്റിമീറ്ററിന് കിട്ടും. നെക്സ്റ്റ്, റീഡ് ദ മാത്തമാറ്റിക്കൽ കൺസെപ്റ്റ് ഗിവൺ ബിലോ ആൻഡ് ആൻസർ ദ ഫോളോയിങ്. താഴെ കൊടുത്തിരിക്കുന്ന കൺസെപ്റ്റ് നോക്കിയിട്ട് താഴെയുള്ള ക്വസ്റ്റ്യൻസിന് ഉത്തരം എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ ഒരു 1³ = 1², 1³ + 2³ = 1 + 2², 1³ + 2³ 3³ അങ്ങനെ എഴുതി പോയിരിക്കുകയാണ്. ഫോളോയിങ് ദ പാറ്റേൺ റൈറ്റ് ദ നെക്സ്റ്റ് എന്തായിരിക്കും? 1³ + 2³ + 3³ + 4³ + 5³ ഒരു 5³ കൂടെ വരും. പിന്നെ 1 + 2 + 3 + 4 + 5 the whole square. അതായിരിക്കും എന്തെന്ന് പറയുന്നത്? നെക്സ്റ്റ് ലൈൻ എന്ന് പറയുന്നത്. ഇനി 45² is the sum of the cube of first dash consecutive അല്ല, ബി ക്വസ്റ്റ്യൻ അതല്ല. 1³ 2³ 3³ ഇങ്ങനെ പോയി 10³ = ഡാഷ് 10³ വരെ ചോദിച്ചിരിക്കുന്നത്. അതെന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? 1 + അത് 10 വരെ ഹോൾ സ്ക്വയർ ആയിരിക്കും. അതെന്ന് പറയുന്നത് എത്രയായിരിക്കും? ഇതെല്ലാം കൂടെ കൂട്ടുന്നതിൻ്റെ സ്ക്വയർ അല്ലേ. 1 മുതൽ 10 വരെ കൂട്ടിയിട്ട് അത് എത്ര നമ്പർ കിട്ടണം? 55 സ്ക്വയർ ആയിരിക്കും. ഇനി അടുത്തത് 45² is the sum of cubes of first dash consecutive natural numbers. എത്ര നാച്ചുറൽ നമ്പേഴ്സിൻ്റെ? 1 മുതൽ 10. അത് എത്രയാണ്? 9 അല്ലേ. 9 നാച്ചുറൽ നമ്പേഴ്സിൻ്റെയാണ്. 45² is the sum of the cubes of first 9 consecutive natural numbers. ഇനി 14,400 is the sum of the cubes of first dash consecutive natural numbers. എത്രയാണ്? 15 കോൺസിക്യൂട്ടീവ് നമ്പേഴ്സിൻ്റെയാണ്. 1³ 2³ 3³ ഇതിൻ്റെ റിലേഷൻ എഴുതാനാണ് പറയുന്നത്. ഇതെങ്ങനെയാണ്? n × n+1/2 ഹോൾ സ്ക്വയർ ഡിവൈഡ് ബൈ 2 എന്നാണ്. n × n+1 ഡിവൈഡ് ബൈ 2 ദ ഹോൾ സ്ക്വയർ എന്നാണ് അത് പറയുന്നത്. അപ്പോൾ ഇത്രയൊക്കെയാണ് നിങ്ങളുടെ മാത്സുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള മോഡൽ ക്വസ്റ്റ്യൻസ് ഉള്ളത്. മക്കൾക്ക് വീഡിയോ ഉപകാരപ്രദമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ആദ്യമായി ചാനൽ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. ദെൻ സീ യു അഗെയിൻ. താങ്ക് യു.